Hey guys, welcome back to our YouTube channel. എന്താണ് നിനക്കൊരു എനർജി ഇല്ലാത്ത? ഗൈസ്, ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ഞങ്ങൾ ഇട്ടൊരു വ്ളോഗിന്റെ താഴെ ഒരു നെഗറ്റീവ് കമന്റ് കണ്ടു. അപ്പം മുതലേ ഇവളിങ്ങനെ വിഷമിച്ച് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ആ നെഗറ്റീവ് കമന്റ് എന്താണെന്ന് ഇവള് തന്നെ പറയും. എന്താണെന്നറിയ? ഗൈസ്, അങ്ങനെ ഇന്നലെ മുതൽ ഇവൾ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഡെന്റൽ ക്ലിനിക്ക് ഇവിടെ അടുത്ത് കാക്കനാടുണ്ടെന്ന് ഞാൻ അറിയാൻ സാധിച്ചത്. ഡെന്റൽ ക്ലിനിക്കിന്റെ പേരെന്തുവാ? ട്രൂഗ്ലോ ഡെന്റൽ ക്ലിനിക്. പക്ഷെ അതൊരു വെറും ഡെന്റൽ ക്ലിനിക് അല്ല, എസ്തെറ്റിക് ആൻഡ് കോസ്മെറ്റിക് ഡെന്റൽ ക്ലിനിക്. അപ്പൊ എന്താ നമ്മൾ ചുമ്മാ ഇരിക്കുവായിരുന്നു. സോ നമുക്ക് ഇന്ന് അവന്റെ ഡെന്റൽ ക്ലിനിക്കിൽ പോയൊന്ന് ഇൻക്വയർ ചെയ്യാന്ന് കരുതി. അപ്പൊ അവിടെ എന്തൊക്കെയാണെന്ന് അറിയാലോ. ആ പോകുന്ന വഴിക്ക് നമുക്ക് രണ്ടും പല്ല് ക്ലീൻ ചെയ്യുകയും ചെയ്യാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് വിട്ടാലോ? പോവാം. ബോർഡ് കണ്ടു. യെസ് ഗൈസ്, നമ്മുടെ ഈ ലെഫ്റ്റ് എടുക്കുമ്പോഴാണ് നമ്മുടെ ട്രൂഗ്ലോ ഡെന്റൽ ക്ലിനിക്. We are open on all days. Yes. നേരെ ട്രൂഗ്ലോ ഡെന്റൽ. ഗൈസ്, അപ്പൊ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ട്രൂഗ്ലോ ഡെന്റൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് എന്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു ചിരിച്ചോണ്ട് ഇറങ്ങി വരുന്നുണ്ട്. ഗൈസ്, ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കിനി അകത്തോട്ട് കയറാം. റെഡി ആവുന്നവരെ ഞാൻ ചിരിക്കില്ല. ഗൈസ്, എന്താ ഞാനും എവിടെ എന്റെ ഫ്രണ്ട് ഗൈസ്. അപ്പൊ ഇതാണ് എന്റെ ഫ്രണ്ട് ഹിജാസ്. ഹിജാസ്, എപ്പോഴാണ് നമ്മുടെ ഈ സംരംഭം തുടങ്ങിയത്? 2 മാസമായി. ഏപ്രിൽ 10th തുടങ്ങിയത്. ഇത് നമ്മുടെ ഇവിടെ എല്ലാ ഡെന്റൽ ട്രീറ്റ്മെന്റ്സും ചെയ്യും. എന്ത് പ്രൊസീജിയർ ആയാലും നമ്മുടെ ഇവിടെ എല്ലാ ഡെന്റൽ ട്രീറ്റ്മെന്റ്സും ചെയ്യുന്നതാണ്. ഹിജാസ് മാത്രമല്ല, പുള്ളിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പുള്ളിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അമീൻ. ഹായ്. ക്ലിപ്പ് ഇട്ടുണ്ടായിരുന്നു പല്ലില്. പിന്നെ മറ്റേ സിംഗിൾ ക്ലിപ്പ് ഇടാൻ മടിയായിട്ട് ഞാൻ പിന്നെ അത് ഇട്ടില്ല. അപ്പൊ പല്ല് ചെറുതായിട്ട് പൊങ്ങണ്ടോന്ന് ഡൗട്ട് ഉണ്ട്. എടുത്ത് പറഞ്ഞില്ല ഇത് വെക്കുമല്ലാണെന്ന്. ഞാൻ കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്കിതൊന്നും അറിഞ്ഞൂടെ. ഇന്നലെ ഈ രഹസ്യം അറിയുന്നത് എന്തോ പറഞ്ഞപ്പോഴാ ഉമ്മ പറഞ്ഞു അസറിനൂടെ പല്ലില്ല. അപ്പോൾ എന്നെ ചതിച്ചതാണെന്ന് പറ്റിക്കപ്പെട്ടു. ഹിജാസ് ഇത് തുടങ്ങിയത് എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് കരുതി ഇവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യുന്നതിന്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പല്ല് ക്ലീൻ ചെയ്യാം. ബാക്കി വിവരങ്ങൾ ഞാൻ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ട്രീറ്റ്മെന്റിനായിട്ട് കടത്തി. ഗൈസ്, ബോറടിക്കാതിരിക്കാൻ വേണ്ടി ടി വി കൊണ്ട് കാണാൻ. എന്റെ പല്ല് ക്ലീൻ ആയി. അപ്പൊ എന്താ പറഞ്ഞ ഡോക്ടർ? ബ്ലീഡിംഗ് കംസ് ഉണ്ട്, ടാബ്ലറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. പല്ല് മൊത്തത്തില് പ്രശ്നം. ഞാൻ ഇവിടെ കൊടുക്കാം. ഞാൻ വീണ ഫോട്ടോ. മേളില് 3 ഗ്യാപ്പും താഴെ 1 ഗ്യാപ്പും പല്ലുമായിട്ട് ഒന്ന് മാച്ച് ആവുന്നില്ല. സോ നമുക്ക് മാച്ച് ആവുന്ന ഒരു ഗ്യാപ്പ് ഇടാം അടുത്ത അപ്പോയിന്റ്മെന്റിൽ. എന്റെ സ്മൈൽ കറക്റ്റ് ചെയ്ത് എന്നെ രക്ഷിക്കണം. അപ്പൊ നിങ്ങൾ ഹാപ്പി അല്ലേ? ഞങ്ങൾ ഹാപ്പിയാണ് ഗൈസ്. ഹാപ്പിയാണ്. അപ്പൊ ഇനി അടുത്ത അപ്ഡേറ്റുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഇവിടെ തന്നെ. അങ്ങനെ നമ്മൾ ഡെന്റൽ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാം പോയപ്പോ പുതിയൊരു വാ കിട്ടിയ പോലെ തോന്നല്ലേ? നമ്മൾ നാക്ക് വെച്ചൊക്കെ തുടങ്ങും പുതിയ എന്തോ അകത്ത് കയറി. കാരണം മറ്റേ പഴയ അഴുക്കൊക്കെ പോയി, ആ വളുവളുപ്പൊക്കെ അങ്ങ് പോയി. എന്നിട്ട് ഇപ്പൊ നാക്ക് വെച്ച് തൊടുമ്പോ പുതിയ പല്ലുകൾ തൊടുന്ന പോലെ. ശരിയാ, കൊള്ളാട്ടെ. എല്ലാരും ഇടക്കിടക്കൊന്ന് ക്ലീൻ ചെയ്ത് ഭയങ്കര നല്ലതാ. പക്ഷെ എപ്പോഴും ക്ലീൻ ചെയ്താൽ നമ്മുടെ പല്ല് തിന്നാൻ വേണ്ടി പോകും. സോ ഇടയ്ക്കിടയ്ക്ക് അതിനനുസരിച്ച് നമ്മൾ എപ്പോഴും ഹൈജീനിക് ആയിട്ട് ഇരുന്നാൽ മതി. പിന്നെന്താ അടുത്ത പരിപാടി? ഇവിടെ നല്ല ഹൈജീനിക് എല്ലാം തോന്നുന്നു. കൊച്ചി ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ, നല്ല സ്മെല്ലുണ്ട്. ഗൈസ്, അപ്പൊ നമ്മളിവിടെ ചായ കുടിക്കാനായിട്ട് ഒരു നല്ല സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഇറങ്ങിക്കോ, കുടിക്കാം. 2 ചായ. 4 പേര് അറിയട്ടെന്നേ. പല്ല് ക്ലീൻ ചെയ്തല്ലേ? കമോൺ.